إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار بسم الله الرحمن الرحيم يوفون بالنذر ويخافون يوما كان شره مستطيرا സ്നേഹധരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സൃഷ്ടിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പുലർത്തി തഖ്വ പാലിച്ച് ജീവിതത്തെ ക്രമീകരിക്കണമേ എന്ന് ഗൗരവമുള്ള ഭാഷയിൽ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന മുത്തഖീങ്ങളായ അവൻ്റെ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വ്യത്യസ്തങ്ങളായ ആരാധനാ രീതികളിൽ ഇബാദത്തായി, ആരാധനയായി ഖുർആനും ഹദീസും ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ഇബാദത്താണ് നദർ അഥവാ നേർച്ച ചെയ്യുക എന്നത്. പല നിലക്കുള്ള കാഴ്ചപ്പാടുകളും വിശ്വാസങ്ങളും നേർച്ചയോട് പുലർത്തുന്ന ആളുകളുണ്ട്. മതം പഠിപ്പിക്കുന്ന, മതം അനുശാസിക്കുന്ന രൂപത്തിൽ നേർച്ച നിർവഹിക്കുന്നവരുമുണ്ട്. മതപരമായ അധ്യാപനങ്ങളിൽ നിന്ന് ഏറെ വിദൂരമായി നേർച്ച ഇബാദത്തായി ചെയ്യുന്ന ആളുകളുമുണ്ട്. നേർച്ച എന്താണ് എന്നത്, അത് ഇസ്ലാമിലെ ഒരു ഇബാദത്താണ് എന്ന് പറയാൻ പരിശുദ്ധ ഖുർആനിലെ 2 ആയത്തുകളാണ് സാധാരണയായി പഠിപ്പിക്കപ്പെടാറുള്ളത്. അതൊന്നാണ് ഞാൻ ആമുഖമായി ഓതി വെച്ച സൂറത്തുൽ ഇൻസാനിലെ ആയത്ത്, യൂഫൂന ബിൻ നദർ വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറ. വിശ്വാസികളായ ആളുകളുടെ കർമ്മങ്ങളെക്കുറിച്ചും സ്വഭാവങ്ങളെക്കുറിച്ചും പറയുമ്പോൾ അള്ളാഹു പറഞ്ഞു, യൂഫൂന ബിൻ നദർ, അവരേറ്റിട്ടുള്ള നേർച്ചകൾ പൂർത്തിയാക്കുന്നവരാണ്. അതിൽ വിട്ട് ചെയ്യുക അല്ലെങ്കിൽ അത് പൂർത്തിയാക്കുക, അത് നമ്മൾ നിർവഹിക്കുക എന്ന വിഷയത്തിൽ പരിപൂർണത വരുത്തുന്നവരാണ്, വീട്ടുന്നവരാണ് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളൊരു എന്ത് സമ്പത്ത് ചെലവഴിക്കുകയാണെങ്കിലും, നേർച്ചയായി നിങ്ങൾ എന്ത് നിർവഹിക്കുകയാണെങ്കിലും അത് അള്ളാഹു അറിയുന്നുണ്ട് എന്നും പരിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്നുണ്ട്. ഇത് ഇബാദത്താണ് എന്ന് പറയാൻ കാരണം അത് അള്ളാഹു സുബ്ഹാനഹു വ തആല അടിമകളുടെ, പ്രത്യേകിച്ച് മുഅ്മിനീങ്ങളുടെ, വിശ്വാസികളുടെ സ്വഭാവമായി പഠിപ്പിക്കുകയും അങ്ങനെ തന്നെ ഖുർആനും ഹദീസും ഒക്കെ നമ്മൾ പരിചയപ്പെടുത്തുകയും ചെയ്തു എന്നതുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ എന്താണ് നേർച്ച? മതപരമായി അംഗീകരിക്കപ്പെടുന്ന നേർച്ച എന്ന് പറയുന്നത് നമ്മളൊരു സുന്നത്തായ ഒരു കാര്യം അല്ലെങ്കിൽ അനുവദനീയമായൊരു കാര്യം, ചെയ്താൽ പുണ്യം കിട്ടുന്നതായ ഒരു കാര്യം, അത് ഒരു വ്യക്തിയെ സംബന്ധിച്ച് നിർബന്ധമല്ലാത്തൊരു കാര്യം, അത് അദ്ദേഹം സ്വന്തത്തിന് തന്നെ നിർബന്ധമാക്കുന്ന അവസ്ഥക്കാണ് നമ്മൾ നേർച്ച എന്ന് പറയുക. ഉദാഹരണത്തിന് ഒരാടിനെ അറുത്ത് ദാനം ചെയ്യുക എന്നത് അത് ഉലൂഹിയത്തിൻ്റെ സമയം വരുമ്പോഴല്ലാതെ ഒരാളുടെ മേലും നിർബന്ധമായ ഒന്നല്ല. എന്നാൽ ഒരു മുസ്ലിമായ വ്യക്തി വകതിരിവോടുകൂടെ ബോധപൂർവം സ്വന്തത്തിന് തന്നെ പ്രതിജ്ഞ ചെയ്യുകയാണ്, ഞാൻ അള്ളാഹുവിന് വേണ്ടി ഒരാടിനെ അറുത്ത് അതിന് മാംസം ദാനം ചെയ്യും എന്നൊരാൾ, ബുദ്ധിയുള്ള വിവേകമുള്ള ഒരാൾ ബോധപൂർവം അങ്ങനെ പറഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെ നിയ്യത്താക്കുന്നതിനാണ്. ഞാൻ ചെയ്തോളാം അല്ലെങ്കിൽ ചെയ്യണമെന്ന ആഗ്രഹങ്ങളൊന്നുമല്ല, ഞാനത് ചെയ്യും, എനിക്ക് തന്നെ അത് നിർബന്ധമാക്കുകയാണ് എന്ന മട്ടിൽ ഒരാൾ സ്വന്തത്തിന് തന്നെ അള്ളാഹു നിർബന്ധമാക്കിയിട്ടില്ലാത്തൊരു കാര്യം നിർബന്ധമാക്കുന്നതിനാണ് നേർച്ച എന്ന് പറയുന്നത്. ഇനി ഒരു മുസ്ലിമായ വ്യക്തി ഏതെങ്കിലും ഒരു വിഷയം ഇതുപോലെ നേർച്ചയാക്കി, ഞാനത് നിർവഹിക്കും എന്ന് നേർച്ചയാക്കി കഴിഞ്ഞാൽ പിന്നീട് അത് വീട്ടുക അവനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്, വാജിബാണ്. അത് വീട്ടിയിട്ടില്ലെങ്കിൽ കുറ്റം കിട്ടും. ബോധപൂർവം അലസമായാണത് നിർവഹിക്കാതിരിക്കുന്നതെങ്കിൽ കുറ്റം കിട്ടും, അവൻ പാപിയായിരിക്കും. ഇനി അതല്ല, കാരണങ്ങളെ കൊണ്ടാണ് അവനത് ചെയ്യാൻ കഴിയാതെ പോയത് എങ്കിൽ അതിന് കഫാറത്ത് കൊടുക്കണം,
എന്നൊക്കെ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അത്ര ഗൗരവമാണ് പിന്നീട് അത് വീട്ടുക എന്നത്. എന്നാൽ ഇത് നിർവഹിക്കുക എന്നതിനെക്കുറിച്ച്, ഇതിൻ്റെ ഒരു മനോഗതിയെക്കുറിച്ച് ഏത് രീതിയിലാണ് ഇസ്ലാം അതിനെ കാണുന്നത് എന്ന് ചോദിച്ചാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പ്രവാചകന്റെ ഒട്ടനേകം ഹദീസുകൾ, ഇമാം മുസ്ലിം റഹിമഹുള്ള അടക്കം അവരുടെ സ്വഹീഹിൽ റിപ്പോർട്ട് ചെയ്തത് അടക്കമുള്ള ഒട്ടനേകം റിപ്പോർട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ നേർച്ച ചെയ്യുന്ന ആളുകളെ അതിൽ നിന്ന് വിലക്കിയതായ ഒട്ടനേകം റിപ്പോർട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, ലാ തൻദുറു, നിങ്ങൾ നേർച്ച ചെയ്യരുത്, ഫഇന്ന നദർ ലാ യുഗ്നി മിനൽ ഖദരി ശൈഅൻ, കാരണം അള്ളാഹു നിങ്ങൾക്ക് നിശ്ചയിച്ച ഒരു ഖദറുണ്ടല്ലോ, ഓരോരുത്തർക്കും നിശ്ചയിച്ചൊരു ഖദറുണ്ട്, എന്തൊക്കെ സംഭവിക്കണം സംഭവിക്കരുത് എന്ന് അള്ളാഹു നിശ്ചയിച്ചൊരു ഖദറുണ്ട്. അതിനെ തടുക്കാനോ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ഉപകാരം നിങ്ങൾക്ക് കിട്ടാനോ നേർച്ച കൊണ്ട് കഴിയുകയില്ല. അതുകൊണ്ട് നിങ്ങൾ നേർച്ച ചെയ്യേണ്ടതില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. വഇന്നമാ യുസ്തഖ്റജു ബിഹി മിനൽ ബഖീൽ, പിന്നെ നേർച്ച കൊണ്ട് എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ, പിശുക്കന്മാരുടെ സമ്പത്ത് പുറത്തു കൊണ്ടുവരാൻ നേർച്ച കാരണമാകുമെന്ന് മാത്രമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. എത്ര മനോഹരമായാണ്, എത്ര വാസ്തവമായാണ്, നമ്മൾ നടക്കുന്ന കാര്യങ്ങളുമായി എത്രമാത്രം ചേർന്നാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ നമുക്ക് വർണ്ണിച്ചു തരികയും പഠിപ്പിച്ചു തരികയും ചെയ്യുന്നത്. ഒരാൾ നേർച്ച സാധാരണ നിലക്ക്, ഈ നിലക്ക് ഇസ്ലാം അംഗീകരിച്ച നേർച്ചയിലേക്ക് ആളുകൾ പോകൽ എപ്പോഴാണ് പോവുക? അതികഠിനമായ ഒരു പരീക്ഷണത്തിന്റെ ഘട്ടത്തിൽ നിൽക്കുന്നു, അത് മറികടക്കാൻ വേണ്ടി എല്ലാം കൊടുക്കാൻ തയ്യാറാകുന്നു. അപ്പോഴാണ് ആളുകൾ പറയാ, ഒരു മാസം നോമ്പ് നോറ്റോളാം, ഒരാടിനെ ഞാൻ അറുത്തോളാം, ഇത്ര സമ്പത്ത് ദാനം ചെയ്തോളാം, ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം എന്നൊരാൾ നേർച്ച ചെയ്യുന്നത് എപ്പോഴാണ്? പലപ്പോഴും ഇങ്ങനെ സന്നിഗ്ധ ഘട്ടങ്ങൾ വരുമ്പോഴാണ്. യഥാർത്ഥത്തിൽ അപ്പോഴല്ല അള്ളാഹുവിനെ ഓർക്കേണ്ടത്, ഒരു ഘട്ടം വരുമ്പോഴും ഒരു പരീക്ഷണം വരുമ്പോഴും അല്ല അള്ളാഹുലേക്ക് ഒരു മനുഷ്യൻ, ഒരു വിശ്വാസി മടങ്ങേണ്ടത്. എന്നാൽ അങ്ങനെയാണ് ചെയ്യുക. അപ്പൊ അത്രയും കാലത്ത് അവരുടെ ജീവിതത്തിൽ അവർക്ക് പറയാൻ നന്മയുങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ, സമ്പത്ത് ദാനം ചെയ്തിരുന്നെങ്കിൽ, എണ്ണം നോക്കിയും കണക്ക് നോക്കിയും സക്കാത്ത് കൊടുത്തിരുന്നെങ്കിൽ അവനെ സംബന്ധിച്ച് അത് തന്നെ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗങ്ങളായി മതിയാകും. പക്ഷെ പലപ്പോഴും ആളുകൾക്ക് അതൊന്നും ഇല്ലാതെ വരുമ്പോഴാണ് പിന്നെ നേർച്ച ചെയ്യാൻ വേണ്ടി ആളുകൾ തീരുമാനിക്കുക. അപ്പോൾ ഉള്ള സമ്പത്തിൽ നിന്ന് ആയ സമയത്ത് ദാനം ചെയ്യാൻ പിന്നെ സന്നദ്ധത കാണിക്കാത്ത, സമയവും ആരോഗ്യവും ഒക്കെ നന്മയിൽ വിനിയോഗിക്കാൻ സന്നദ്ധത കാണിക്കാത്തവർ, പരീക്ഷണ ഘട്ടത്തിൽ ഈ റബ്ബ് മാത്രമേ നമുക്കിനി രക്ഷയുള്ളൂ എന്ന് മനസ്സിലാക്കുമ്പോൾ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി തീരുമാനിക്കുകയാണ് പലപ്പോഴും നേർച്ചയിലേക്ക് എത്തുന്ന ഭൂരിഭാഗം അവസ്ഥകളും ഉണ്ടാകാറുള്ളത്. അപ്പൊ അതുവരെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാതെ അവൻ കുന്നുകൂട്ടി വെച്ച സമ്പാദ്യം അത് പുറത്തു ചാടും. അത് വലിയ കണക്കുകളായി അള്ളാഹുവിന്റെ മുന്നിൽ കൊടുക്കാമെന്ന് വാഗ്ദാനം പറയും. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വഇന്നമാ യുസ്തഖ്റജു ബിഹി മിനൽ ബഖീൽ, പിശുക്കന്റെ കയ്യിൽ നിന്ന് അവന്റെ സമ്പത്ത് പുറത്തു കൊണ്ടുവരുമെന്നല്ലാതെ ഒരു ഘട്ടത്തിൽ ഖദറിനെ മറികടക്കാൻ ഇത്തരം നേർച്ചകളെ കൊണ്ട് കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ നേർച്ച ചെയ്യേണ്ടതില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. സമാനമായ ആശയത്തിൽ ഒട്ടനേകം റിവായത്തുകൾ പല സന്ദർഭങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് കാണാം. പണ്ഡിതന്മാരൊക്കെ പഠിപ്പിച്ചത് ഏതർത്ഥത്തിലും ഒരാൾ നേർച്ച ചെയ്യുക എന്നത് കറാഹത്താണ്, പ്രോത്സാഹിപ്പിക്കപ്പെട്ട ഒന്നല്ല, അത് വെറുക്കപ്പെട്ടതാണ്. ഇനി ഒരാൾ ചെയ്താലോ അത് പൂർത്തിയാക്കൽ അവനെ സംബന്ധിച്ച് നിർബന്ധമായ കാര്യമാണ്. മതം അനുശാസിക്കുന്നത് പ്രകാരം ഒരാൾ നേർച്ച ചെയ്തു, ഞാൻ അള്ളാഹുവിന് വേണ്ടി ഇത്ര ദിവസം നോമ്പ് നോക്കാം, അല്ലെങ്കിൽ ഇത്ര സമ്പത്ത് ദാനം ചെയ്യാം, അല്ലെങ്കിൽ ഇഅ്തികാഫ് ഇരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കർമ്മം, ഒരു സുന്നത്തായ ഒരു കാര്യം അത് ഞാൻ ചെയ്തോളാം എന്നൊരാൾ നേർച്ച ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അയാളെ സംബന്ധിച്ചിടത്തോളം അത് ചെയ്തു വീട്ടുക നിർബന്ധമാണ്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നുകൊണ്ട് പറഞ്ഞു, പ്രവാചകരെ, ജാഹിലിയ കാലഘട്ടത്തിൽ എനിക്കൊരു നേർച്ചയുണ്ടായിരുന്നു. ആ നേർച്ച മസ്ജിദുൽ ഹറമിൽ ഒരു ദിവസം ഒരു രാത്രി ഇഅ്തികാഫ് ഇരിക്കാമെന്ന് ഞാൻ നേർച്ച നേർന്നിരുന്നു. പക്ഷേ ജാഹിലിയ കാലഘട്ടത്തിലാണ്, തൗഹീദൊന്നും ഉള്ള സമയത്ത് നേർന്ന നേർച്ചയല്ല. ഞാനത് എന്ത് ചെയ്യണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ അത് അള്ളാഹുവിൻ്റെ അനുസരണത്തിന് വിധേയപ്പെട്ട് നന്മയായ അല്ലെങ്കിൽ ശരിയായ രൂപത്തിൽ ചെയ്ത നേർച്ചയാണല്ലോ, അതുകൊണ്ട് ആ നേർച്ച വീട്ടണം എന്ന് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു എന്നാണ്. അതുകൊണ്ട് ഒരാൾ അങ്ങനെ നേർച്ച ചെയ്തു കഴിഞ്ഞാൽ പിന്നെ സമ്പത്ത് കൊടുക്കലായാലും ഇബാദത്ത് എടുക്കലായാലും അത് അവരെ സംബന്ധിച്ച് നിർബന്ധമായ കാര്യമായി. ഒപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരാൾ ഒരു ഹറാമായ കാര്യത്തിന് അറിഞ്ഞോ അറിയാതെയോ ഒക്കെ നേർച്ച ചെയ്തു, ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം, ഒരാൾക്ക് പിന്നെ പലിശക്ക് പണം കൊടുക്കാമെന്ന് നേർച്ച ചെയ്യാണ്, ഒരു ഉദാഹരണത്തിന് പറഞ്ഞാൽ അത് പാടില്ലാത്ത കാര്യമാണ്. സ്വർണം ഇടാമെന്ന് നേർച്ച ചെയ്യാണ്, പാടില്ലാത്ത കാര്യമാണ്. അല്ലെങ്കിൽ പട്ടിടാമെന്ന് തീരുമാനിക്കാൻ നേർച്ച ചെയ്യാണ്, പാടില്ലാത്ത കാര്യമാണ്. അവിഹിതമായ ബന്ധത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാമെന്ന് ഒരാൾ തീരുമാനിക്കുകയാണ്, പാടില്ലാത്ത നേർച്ചയാണ്. അങ്ങനെ പാടില്ലാത്ത ഹറാമായ ഒരു കാര്യം ചെയ്തു കൊള്ളാം എന്നൊരാൾ നേർച്ചയാക്കിയാലോ അത് ചെയ്യാനും പാടില്ല. ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ആരെങ്കിലും അള്ളാഹുവിനെ അനുസരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അള്ളാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ട് ഹലാലായ കാര്യങ്ങൾ, അനുവദിക്കപ്പെട്ട കാര്യങ്ങൾ നേർച്ച ചെയ്തിട്ടുണ്ടോ അത് അവൻ നിർബന്ധമായും വീട്ടണം. അതുപോലെ തന്നെ വമൻ നദറ അൻ യഅസിയഹു,
ആരെങ്കിലും അള്ളാഹുവിന് അനുസരണക്കേട് കാണിക്കാൻ വേണ്ടി ഹറാമായ ഒരു കാര്യത്തിന് വേണ്ടി നേർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ ഫലാ യഅ്ശിഹി, അവൻ അതുകൊണ്ട് അനുസരണക്കേട് കാണിക്കാൻ പാടില്ല. ആ നേർച്ച ഉണ്ടല്ലോ എന്ന കാരണം കൊണ്ട് ആ ഹറാമ് ചെയ്യാൻ പാടില്ല. അപ്പോൾ പിന്നെ പാടില്ലാത്തൊരു കാര്യത്തിന് നേർച്ച ചെയ്തതിന് വേണ്ടി അവൻ കഫാറത്ത് കൊടുക്കണം, പാപ പരിഹാര മാർഗം ചെയ്യുകയാണ് വേണ്ടത് എന്നൊക്കെ പഠിപ്പിക്കപ്പെട്ടത് കാണാം. ആകത്തുകയായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇസ്ലാമിൽ നേർച്ചയുണ്ടോ? നേർച്ചയുണ്ട്. അത് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സഹാബികളോടൊക്കെ വീട്ടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതെന്താണ്? അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹുവിൽ നിന്ന് കൂലി പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യുന്നൊരു കാര്യം, ഐച്ഛികമായി വേണമെങ്കിൽ ഒഴിവാക്കാവുന്ന ഒരു കാര്യം, അത് സ്വന്തത്തിന് തന്നെ നിർബന്ധമാക്കുന്നതിനാണ് നേർച്ച എന്ന് പറയുക. ഇത് ഇബാദത്തായതുകൊണ്ട് തന്നെ അള്ളാഹുവിന് മാത്രമേ നൽകാൻ പാടുള്ളൂ എന്നതിൽ ഒരു തർക്കവുമില്ല. എന്ന് നോക്കൂ സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിൽ നിലവിൽ നിന്നുള്ള ആളുകൾ, ഭൂരിഭാഗം മുസ്ലിം സുഹൃത്തുക്കളും പിന്തുടർന്നു പോരുന്നൊരു നേർച്ചയുടെ അവസ്ഥ എന്താണ്? രണ്ട് രൂപത്തിലാണ് പ്രധാനമായും നമുക്കത് കാണാൻ പറ്റും. ഒന്നെങ്കിൽ അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് വേണ്ടി ഒഴിഞ്ഞിട്ട് നേർച്ചയാക്കി വെച്ചിട്ടുള്ള മൃഗങ്ങളെ കാണാൻ പറ്റും. സ്ഥലവും ഇങ്ങനെ പല സമ്പത്തും സ്വത്തുക്കളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. കോഴിയായും ആടായും അങ്ങനെ തന്നെ പല കാര്യങ്ങളായും ഇനി ഇബാദത്തുകളായും കാണാൻ പറ്റും. അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് വേണ്ടി, ബദരീങ്ങൾക്ക് വേണ്ടി, മൊയ്തീൻ ഷെയ്ഖിന് വേണ്ടിയൊക്കെ നേർച്ചയാക്കുന്ന ഇബാദത്തുകളുണ്ട്, സിയാറത്തുകളുണ്ട്, അതുപോലെ തന്നെ നോമ്പ് നോക്കലുകളുണ്ട്. ഇങ്ങനത്തെ പല കാര്യങ്ങളുമുണ്ട്. യഥാർത്ഥത്തിൽ ഇത് ശിർക്കാണ് എന്ന് പറയാൻ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് രണ്ടാമതൊരു ആലോചന പോലും വേണ്ട. കാരണം അള്ളാഹുവിന് മാത്രം നൽകേണ്ടതാണ് നേർച്ച എന്നത് ദീൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി നോക്കൂ, ഒരാള് മൊയ്തീൻ ഷെയ്ഖിന് വേണ്ടി അല്ലെങ്കിൽ അങ്ങനെ നേർച്ചയിട്ടൊരു കോഴി ഒഴിഞ്ഞു വെക്കുന്നു എന്ന് വിചാരിക്കാം. എന്താണ് സംഭവിക്കുന്നത്? കിലോമീറ്ററുകൾക്കപ്പുറത്ത് മരണപ്പെട്ട് കബറടക്കപ്പെട്ടിട്ടുള്ള ഒരു മഹത്തായ വ്യക്തി, ഒരു വലിയ അദ്ദേഹം മരണത്തിന് ശേഷവും നമ്മളിവിടെ കാണിക്കുന്ന ക്രിയകളൊക്കെ കാണുമെന്നും അറിയുമെന്നും, എന്നിട്ട് നമ്മുടെ പ്രശ്നത്തിന് ഒരു പരിഹാരം ഒരു നിലക്കും ഭൗതികമായ മാർഗങ്ങളില്ലാതെ, ഒരു മീഡിയവും ഇല്ലാതെ, ഒരു നിലക്കുമുള്ള സ്വാധീനങ്ങളുമില്ലാതെ നിർവഹിക്കുമെന്ന് വിശ്വസിച്ചാൽ അത് അള്ളാഹുവിന് മാത്രം കഴിയുന്ന ഒരു പ്രവൃത്തിയാണ് എന്ന് ഏത് മുസ്ലിമാനാണ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത്? ഒരു ബാധ്യതയുമില്ലാതെ, ഒരു മാധ്യമവുമില്ലാതെ, ഭൗതികമായ ഒരു മാർഗവുമില്ലാതെ നമുക്ക് ഏതെങ്കിലും നിലക്ക് സഹായം ചെയ്തു തരാനോ നമ്മൾ ഏതെങ്കിലും ഒരു ആപത്തിൽ നിന്ന് രക്ഷിക്കുവാനോ അള്ളാഹുവിനല്ലാത്ത ഏതെങ്കിലും ഒരാൾക്ക് കഴിയുമെന്ന് ഏതെങ്കിലും ഒരു മുസ്ലിം വിശ്വസിക്കുമോ? അങ്ങനെ വിശ്വസിച്ചാൽ അത് തൗഹീദിന്റെ ഭാഗമാകുമോ? ഇത് തൗഹീദിന്റെ ബാലപാഠമല്ലേ? അത് മറികടന്നില്ലെങ്കിൽ അതിനെ ലംഘിച്ച് അതിനെ കാറ്റിൽ പറത്തി അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് വേണ്ടി നേർച്ച ചെയ്യുന്ന എന്ത് തന്നെ ചെറുതായ കാര്യങ്ങളാണെങ്കിലും അത് സംഭവിക്കുന്നത് ഏതെങ്കിലും ഒരു ചെറിയ മസാലപ്പിഴവൊന്നുമല്ല, ഏതെങ്കിലും ഒരു ചെറിയ വ്യതിയാനമൊന്നുമല്ല. സംഭവിക്കുന്നത് ശിർക്കാണ്. അള്ളാഹുവിൽ നിന്ന് മാത്രം പ്രതീക്ഷിക്കേണ്ട ഒന്ന് അള്ളാഹു അല്ലാത്ത ഒരാളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഇന്ന ശിർക്കല ദുൽമുൻ അലീം എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ വളരെ ഗൗരവമുള്ള ആ ഒരൊറ്റ കർമ്മം കൊണ്ട് അവന്റെ മുഴുവൻ സൽക്കർമ്മങ്ങളും ബാത്തിലാക്കാൻ മാത്രം കാരണമാകുന്ന തിന്മയാണ് സംഭവിക്കുന്നത്. അതത്ര ഗുരുതരമായ കാര്യമാണ് എന്ന് നമുക്ക് തന്നെ ആലോചിച്ചാൽ ഏത് സാധാരണക്കാരനും മനസ്സിലാകാവുന്ന കാര്യമാണ്. ഇനി രണ്ടാമതൊരു നേർച്ചയുടെ ചിത്രമുണ്ട്. അതെന്താ? ജാറങ്ങളിൽ നടക്കുന്ന കെങ്കേമമായ ആഘോഷങ്ങളായും അതോടനുബന്ധിച്ച് നടക്കുന്ന ഉത്സവങ്ങളായും അതിലാണെന്നും പെണ്ണുമൊന്നും ഇല്ലാതെ, മതവും ജാതി എന്ന വ്യത്യാസമൊന്നും ഇല്ലാതെ എല്ലാവരും കൂടെ ചേർന്ന് നടത്തുന്ന ഒരു ആഘോഷത്തിനും ഉത്സവത്തിനുമൊക്കെയാണ് നാട്ടിൽ പൊതുവെ നേർച്ച എന്ന് പറയുക. സഹോദരങ്ങൾ, എന്താണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ അതിനൊക്കെയുള്ള സ്ഥാനം? എത്ര വിശദീകരിച്ചിട്ടുണ്ട് നമ്മൾ, എത്ര കേട്ടിട്ടുണ്ട് നമ്മൾ. ഒരു മരണപ്പെട്ടു പോയ ഒരു വ്യക്തിയുടെ ആണ്ട് നടത്തുക എന്നത്, അല്ലെങ്കിൽ അത് തന്നെ പ്രത്യേകമായ ഒരു ദിവസത്തെ നിശ്ചയിച്ച് അന്നൊരു കെങ്കേമമായ ആഘോഷം ഉണ്ടാക്കി ഇസ്ലാമിൽ ഒരു അടിസ്ഥാനവുമില്ലാത്ത എന്തൊക്കെയോ കർമ്മങ്ങൾ കൊണ്ടുവന്ന് അതൊക്കെ ആഘോഷിക്കുകയും ഇസ്ലാമിൻ്റെ പേരിൽ വെച്ച് പിന്നെ ആരാധന കർമ്മമാക്കി മാറ്റുകയും ചെയ്യുന്ന എന്തൊരു ദുരവസ്ഥയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറുമായി ബന്ധപ്പെട്ട സന്ദർശനത്തിന് ഒറ്റ കാര്യം മാത്രമാണ് നമ്മൾ നിഷ്കർഷിച്ചിട്ടുള്ളത്. അതെന്താ? സൂറുഹ, നിങ്ങൾ ഖബറുകൾ സന്ദർശിക്കണം. ഫൈനഹാ തുദക്കിറുകുമുൽ മൗത്ത് അല്ലെങ്കിൽ അൽ ആഖിറ. കാരണം ആ ഖബർ സന്ദർശനം നിങ്ങളെ മരണം ഓർമ്മിപ്പിക്കും, അല്ലെങ്കിൽ പരലോകത്തെ നിങ്ങൾ ഓർമ്മിപ്പിക്കും. എത്രയെത്ര മനുഷ്യർ, പ്രായ വ്യത്യാസമില്ലാത്ത ആളുകൾ, സമ്പന്നർ, ദരിദ്രർ, എല്ലാവരും കിടക്കുന്ന മണ്ണിൻ്റെ, എല്ലാവരും കിടന്നുറങ്ങുന്ന ഒരു ഭൂമിയുടെ മുകൾ ഭാഗത്തേക്ക് നിങ്ങൾ പോകുമ്പോൾ ആ മീസാൻ കല്ലുകളിൽ കൊത്തിവെച്ച, മീസാൻ കല്ല് അങ്ങനെ ഇസ്ലാമിലുള്ളതൊന്നുമല്ല, അവിടെ ഇങ്ങനെ കൊത്തിവെച്ച പേരുകൾ കാണുമ്പോൾ ഇന്നലെയും മെന്നാന്നൊക്കെ നമ്മുടെ കൂടെ സഹവസിച്ചവരാണ്, വമ്പുള്ളവരാണ്, പണമുള്ളവരാണ്, ആരോഗ്യമുള്ളവരാണ്. ഇവരൊക്കെ കിടക്കുന്ന ഖബറിനെ പോലെ ഞാനും കിടക്കണമെന്ന് ഓർമ്മയുണ്ടാകണം. അതിനാണ് ഖബർ സിയാറത്ത് നടത്താൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മളോട് കൽപ്പിച്ചത്. ഇനി നോക്കൂ, മുജാഹിദുകൾ അല്ലെങ്കിൽ ഇത്തരം ഇങ്ങനെയുള്ള അനാചാരങ്ങളൊക്കെ പിന്നെ വിലക്കുന്ന, അതൊക്കെ തെറ്റാണ് എന്ന് പറയുന്ന, മതത്തിൽ അതിനൊന്നും അടിസ്ഥാനമില്ല എന്ന് പറയുന്നവർ
അവർ ഖബർ സിയാറത്തിനെയും ഇസ്ലാം പഠിപ്പിച്ച ഖബർ സിയാറത്തിനൊക്കെ എതിർക്കുന്നവരാണ് എന്നാണല്ലോ പലപ്പോഴും നമ്മൾ തിരിച്ചു കേൾക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഖബർ സന്ദർശിക്കണം, ആ സന്ദർശനം നിങ്ങളെ മരണത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കും. ഈ നടക്കുന്ന ഏത് നേർച്ചയിലാണ് മരണത്തെക്കുറിച്ച് ഓർക്കാനുള്ള ഒരു രംഗമെങ്കിലും ഉള്ളത്? എന്തിനാ അവിടേക്ക് ആളുകൾ പോകുന്നത്? ഒരു വേള മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ഓർത്തുപോലുമല്ല, ഇവിടെ നിന്ന് മാറാത്ത കഷ്ടപ്പാടുകൾ മാറ്റാനാണ്, വിവാഹം കഴിക്കാത്ത പ്രശ്നം പറയാൻ വേണ്ടിയിട്ടാണ്, കടം വീട്ടാത്ത ബുദ്ധിമുട്ട് പറയാൻ വേണ്ടിയിട്ടാണ്, മാറാത്ത രോഗത്തിന്റെ വേവലാതികൾ പറയാൻ വേണ്ടിയിട്ടാണ്. ഒരു വേള ആഖിറത്തിനെ കുറിച്ച് പറയാൻ പോലുമല്ല അത്തരം സിയാറത്തുകൾ നടത്തപ്പെടുന്നത്. ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള ആത്മീയ ചൂഷണം എന്താണ് എന്ന് ബുദ്ധി കൊടുത്ത് ചിന്തിക്കുന്ന ഏത് മനുഷ്യനെ സംബന്ധിച്ചു തന്നെ മനസ്സിലാകുന്ന കാര്യമാണ്. എത്ര ദുരന്തങ്ങളാണ് ഇതിൻ്റെ പിന്നാലെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിനൊരു നിലക്കും അംഗീകരിക്കാൻ കഴിയാത്ത മിമ്പറുകളിൽ നിന്ന് ഏത് ഗ്രൂപ്പ് വ്യത്യാസങ്ങളില്ലാതെ ഉത്ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളടക്കം ഇതിൻ്റെ മറവിൽ വലിയ ജനകീയ ആഘോഷങ്ങളായി നടത്തപ്പെടുക. പാട്ടും ഡാൻസും കൂത്തും ആണും പെണ്ണുമൊക്കെ അണിഞ്ഞൊരുങ്ങിക്കൊണ്ടുള്ള ഒരു പ്രകടനവുമൊക്കെ ഏത് ഇസ്ലാമിൻ്റെ ബാനറിലാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കതൊക്കെ ന്യായീകരിക്കാൻ പറ്റുക? അപ്പം ഇതൊന്നും ഇതിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ, ഈ ഖബർ സിയാറത്തുമായി ബന്ധപ്പെട്ട അടിസ്ഥാനം തന്നെ തൗഹീദിനെതിരാണ്, ഇസ്ലാമിനെതിരാണ്. അപ്പോൾ പിന്നെ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ആഘോഷങ്ങളും അതിൻ്റെ മറ്റു ആചാരങ്ങളും ഒക്കെ ഏതർത്ഥത്തിൽ വരുമെന്നതിനെ കുറിച്ച് നമുക്ക് രണ്ടാമതൊന്ന് ചിന്തിക്കേണ്ടതില്ലാത്ത വിധം വ്യക്തവുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ദീന് പഠിപ്പിച്ച മാർഗങ്ങളും ദീന് പഠിപ്പിച്ച രീതിയിലുള്ള അള്ളാഹുവിനോട് അടുക്കാനുള്ള എല്ലാ കാര്യങ്ങളുമുണ്ട്. അതിനെ നമ്മൾ മുറുകെ പിടിക്കുക. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ജീവിതത്തിൽ ശിർക്ക് വന്നു പോവുക എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് എത്ര വലിയ ഖേദകരമായ അവസ്ഥയാണ് അവരിൽ ഉണ്ടാക്കുക. ഖുർആൻ പറഞ്ഞല്ലോ, ചില ആളുകളുണ്ട്, അവർ പരലോകത്ത് പ്രവർത്തിച്ചു വരുന്ന ആളുകളാണ്, അവർ കർമ്മം ചെയ്തുകൊണ്ട് വരുന്ന ആളുകളാണ്. അവർ ആമിലത്തുൻ നാസിബ, അവർ ക്ഷീണിച്ചത് അല്ലെങ്കിൽ പരലോകത്തെത്തുമ്പോൾ അവരെ മുഖം വിറളി കൊണ്ട് നിൽക്കുന്നത് കർമ്മങ്ങൾ ഇല്ലാത്തതിൻ്റെ പേരിലല്ല. ആമിലത്തുൻ നാസിബ, അവർ പ്രവർത്തിച്ചവരാണ്, അക്ഷീണം പണിയെടുത്തവരാണ്, സമ്പത്ത് ചെലവഴിച്ചവരാണ്. പക്ഷെ അതൊന്നും അള്ളാഹുവിൻ്റെ കോടതിയിൽ അവർക്ക് അനുകൂലമായി വരുന്ന രേഖകളിലേക്ക് പോയിട്ടില്ല. കാരണം ശിർക്കുണ്ടായിരുന്നു, ബിദഅത്തുണ്ടായിരുന്നു, അള്ളാഹുവിൻ്റെ ദീൻ നിഷ്കർഷിക്കാത്ത കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അത് മുഴുവൻ അവന് നഷ്ടപ്പെട്ടു പോകുമെന്ന് പഠിപ്പിക്കപ്പെട്ടവർ. സഹോദരങ്ങളെ, നമ്മുടെ നോമ്പും നിസ്കാരവും ചെറുതെങ്കിലും നമ്മൾ നിർവഹിക്കുന്ന ഇത്തരം ദാനധർമ്മങ്ങളുമൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ കാതലായ വശം അത് തൗഹീദാണ്. തൗഹീദിനെ ബലി കഴിപ്പിച്ചുകൊണ്ടുള്ള ഇത്തരം ആചാരങ്ങൾക്കൊക്കെ അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇപ്പം നോക്കൂ, എത്ര സങ്കടകരമായൊരു കാര്യമാണ് ആനയെ എഴുന്നള്ളിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ഇത്തരം ഉറൂസുകളും നേർച്ചകളും ഒക്കെ എത്ര തവണ മുസ്ലിം പണ്ഡിതന്മാർ നേതൃത്വമൊക്കെ എത്ര തവണ ആളുകൾ അതിൽ നിന്ന് വിലക്കിയതാണ്. ഒരു വേള ഇത്തരം ആചാരങ്ങൾക്ക് വാതിൽ തുറന്നു കൊടുത്തവർക്ക് പോലും ഇപ്പോൾ നിയന്ത്രിക്കാൻ പറ്റാത്ത രൂപത്തിൽ അതിനൊക്കെ രൂപവും ചിത്രവും ഒക്കെ മാറിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? ദീനിൽ അടിസ്ഥാനമില്ലാത്തതുകൊണ്ടാണ്. നോക്കൂ, പെരുന്നാളും മറ്റു നമ്മുടെ ആഘോഷങ്ങൾ ഒരുപാട് വരുന്നുണ്ടല്ലോ. അവിടെയൊക്കെ ഉമ്മത്തിന് നേതൃത്വത്തിന് നിയന്ത്രിക്കാൻ പറ്റുന്ന രൂപത്തിൽ പല ഘടകങ്ങളും ഉണ്ടാവുകയും ഇങ്ങനത്തെ വരുന്ന ആഘോഷങ്ങൾക്ക് ഒരു നേതൃത്വത്തിന് നിയന്ത്രിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്നത് തുടങ്ങി വെച്ച ആളുകൾക്ക് പോലും, വാതിൽ തുറന്നു കൊടുത്തവർക്ക് പോലും നിയന്ത്രിക്കാൻ കഴിയാത്തത് ഇതിനൊന്നും ദീനിലൊരു അടിസ്ഥാനവും ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ സ്വാഭാവികമായും ഇന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ തിരിച്ച് ആളുകൾ ചോദിക്കില്ലേ, ഓക്കെ, എന്നാൽ ഇതിന്റെ അടിസ്ഥാനപരമായി ഖബർ സിയാറത്തുണ്ടല്ലോ, അതിന്റെ പ്രമാണം എവിടെ? അതിനെന്താണ് പ്രമാണം? അതിന് ദീനിൽ എവിടെയാണ് സ്ഥാനം എന്ന് ആളുകൾ തിരിച്ചു ചോദിക്കും. അതിനെവിടെയാണ് സ്ഥാനം? ഇല്ലാതിരിക്കുമ്പോൾ സ്വാഭാവികമായും എല്ലാത്തിനും അനുമതി കൊടുക്കുകയോ അല്ലെങ്കിൽ കണ്ണടക്കുകയോ ചെയ്യേണ്ട ദുരവസ്ഥ വരും. ആളുകളുടെ ജീവനാണ് നഷ്ടപ്പെട്ടു പോകുന്നത് അല്ലെങ്കിൽ അപായത്തിലാകുന്നത്. അതിനൊക്കെ അപ്പുറത്ത് നമ്മുടെ പരലോകമാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ തൗഹീദ് ഉൾക്കൊള്ളാനും അതിൻ്റെ വക്താക്കളായി മാറാനും ജീവിതത്തിൽ ഒരു ഘട്ടത്തിലും ശിർക്ക് വന്നു പോകാതിരിക്കാനുള്ള അതീവമായ സൂക്ഷ്മതയും പുലർത്താൻ നമ്മൾ പരിശ്രമിക്കണം. റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വബിഹി നസ്തഈൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാലാ യാ അയ്യുഹന്നാസ് ഊസിക്കും വഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്. പൊതുവെ ഇത്തരം നേർച്ചകളുടെയും അനാചാരങ്ങളുടെയും ഒക്കെ പിന്നാലെ പോകുന്ന ആളുകൾ, അവരെക്കുള്ളൊരു മനോഭാവം എന്ന് പറയുന്നത് ജീവിതത്തിൽ എന്തൊക്കെ തിന്മയും എന്തൊക്കെ അരുതായ്മകൾ വന്നാലും നാട്ടിൽ അങ്ങനെ ഒരു നേർച്ച വരുമ്പോൾ നമ്മൾ അതിൻ്റെ ഭാഗമായാൽ പിന്നെ അവരുടെ തിന്മകളൊക്കെ അതുകൊണ്ട് പരിഹരിക്കപ്പെട്ടു പോകും. ആ ഒറ്റ കർമ്മം കൊണ്ട് ഈ പറയപ്പെടുന്ന വലിയ മറ്റുമൊക്കെ അവരെ സഹായിക്കും എന്നൊക്കെയുള്ളൊരു കടന്ന ചിന്തയാണ്. ഒരു പക്ഷേ അത് അവരുടെ ഒരു നിഷ്കളങ്കമായ ചിന്തയുമല്ല, പൗരോഹിത്യം വളരെ കൃത്യമായി അതിനെ ആത്മീയമായി ഉപയോഗപ്പെടുത്താൻ വേണ്ടി ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുള്ളൊരു ആദർശ പരിസരം കൂടെയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു നേർച്ച
അത് ഇസ്ലാമികമല്ല, അല്ലെങ്കിൽ ഇസ്ലാമികമായ നേർച്ചയിൽ നിന്ന് തന്നെ വിശ്വാസികൾ മാറി നിൽക്കുകയാണ് വേണ്ടത്, അത് പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി ഒരു മറുവശം നമുക്കൊരു പെട്ടെന്നൊരു പ്രയാസം വന്നു, ഒരു രോഗം വന്നു, നമ്മളെ വേണ്ടപ്പെട്ടവർ മരണത്തോട് മല്ലിട്ട് നിൽക്കുന്നു, അല്ലെങ്കിൽ എങ്ങനെ പരിശ്രമിച്ചിട്ടും നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത വിധം സാമ്പത്തിക ബുദ്ധിമുട്ട് നമ്മളെ പിടികൂടുന്നു. ഇവിടൊക്കെ ഒരു വിശ്വാസിക്ക് പിന്നെ എന്താണ് പ്രതിവിധി? അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താൻ ഈ നേർച്ചയില്ലെങ്കിൽ പിന്നെ എന്താണ് പ്രതിവിധി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ആ നേർച്ച കൊണ്ട് നിങ്ങളെ ഖദറിനെ മറിക്കുക അല്ലെങ്കിൽ മറികടക്കുക എന്നത് സാധ്യമല്ല. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു മാർഗ്ഗമുണ്ട്. അതെന്താ? അത് നന്മകളെ കൊണ്ട് തവസ്സുലാക്കലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സംഘത്തിന്റെ കഥ പറഞ്ഞല്ലോ. 3 പേർ യാത്ര ചെയ്യുകയാണ്. അവരുടെ യാത്രാ മധ്യ ഒരു ഗുഹയിൽ അവർ കയറി. ആ ഗുഹാമുഖം വലിയ പാറക്കല്ലുകൊണ്ട് അടഞ്ഞുപോയി. ഇനി അത് മനുഷ്യനെ കൊണ്ട് ഉള്ള അവസ്ഥകളൊക്കെ അവിടെ അവസാനിക്കുകയാണ്. മനുഷ്യന്റെ കാര്യക്ഷമത കൊണ്ടും ബലം കൊണ്ടും ഉള്ള രക്ഷാമാർഗം അവിടെ അവസാനിക്കുകയാണ്. ഇനി എന്താണ് മാർഗം? 3 പേരും തീരുമാനിക്കുന്നു അവരുടെ നന്മകൾ ഏറ്റുപറഞ്ഞ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. സംഭവം നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുണ്ട്. അങ്ങനെ 3 പേരും അവരുടെ ജീവിതത്തിൽ അള്ളാഹുവിന് വേണ്ടി മാത്രം ചെയ്ത ഓരോ കർമ്മങ്ങൾ ഏറ്റുപറയുന്നു. അവർ അള്ളാഹുവിനോട്, എന്നിട്ട് ആ കർമ്മങ്ങൾ വെച്ച് അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നു. ആ ഗുഹാമുഖം തുറന്നു കൊടുക്കുകയും ചെയ്യുന്നു എന്ന് സ്വഹീഹായ റിപ്പോർട്ടിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സന്നിധ ഘട്ടം വന്നാൽ എങ്ങനെയാണ് നമ്മൾ അതിൽ നിന്ന് അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കുക? അതിന് നല്ല സമയത്ത് നമ്മൾ ചെയ്ത കുറച്ച് കർമ്മങ്ങൾ വേണം. നല്ല നല്ല അള്ളാഹുവിൻ്റെ വജ്ന് മാത്രം ഉദ്ദേശിച്ച് ചെയ്ത ദാനധർമ്മങ്ങളുണ്ടോ? നിസ്കാരമുണ്ടോ? ആളുകളെ സഹായിച്ചതുണ്ടോ? പ്രാർത്ഥനയുണ്ടോ? ഖുർആൻ പാരായണമുണ്ടോ? രാത്രി എഴുന്നേറ്റ് നിസ്കാരമുണ്ടോ? തൗബയുണ്ടോ? ഇസ്തിഗ്ഫാറുണ്ടോ? ഇതൊക്കെ ഹറാമുകളിൽ നിന്ന് കണ്ണടക്കി വെച്ചാൽ നമുക്ക് പറ്റിയിട്ടുണ്ടോ? അതാണല്ലോ ഈ 3-ൽ ഒരാൾ പ്രാർത്ഥിക്കുന്നത്. റസൂലുള്ളാഹി ഈ പറഞ്ഞ ഹദീസിൽ 3-ൽ ഒരാൾ പ്രാർത്ഥിക്കുന്നത് എന്താണ്? എനിക്കൊരു സ്ത്രീയോട് ഭയങ്കരമായ ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ആ ആഗ്രഹം നടക്കാൻ വേണ്ടി ഒരു അവസരം എൻ്റെ മുന്നിൽ വന്നു. ഒരു സാമ്പത്തിക ആവശ്യത്തിന് വേണ്ടി അവരെന്നെ സമീപിച്ചു. ഞാൻ ആ സഹായം കൊടുക്കുമ്പോൾ അവരോട് ഈ ഉപാധി വെച്ചു, എനിക്ക് വഴങ്ങിത്തരണം എന്ന് ഉപാധി വെച്ചു. ആ പ്രശ്നത്തിൻ്റെ ഘട്ടത്തിൽ അല്ലെങ്കിൽ ആ സാഹചര്യത്തിൻ്റെ പ്രശ്നം കൊണ്ട് അവരത് ഏൽക്കുകയും ചെയ്തു. പിന്നീട് അവരെൻ്റെ മുന്നിൽ വന്നു, അവസരം എനിക്ക് തുറന്നു കിട്ടി. അപ്പോൾ ഞാൻ അവളോട് അടുക്കുമ്പോൾ അവരെന്നോട് പറഞ്ഞു, ഇത്തക്കില്ല, അള്ളാഹിനെ സൂക്ഷിക്കണമെന്ന് അവൾ എന്നോട് പറഞ്ഞപ്പോൾ കാലങ്ങളായി എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹം അത് അള്ളാഹുവിനെ ഭയന്ന് ഞാൻ വേണ്ട എന്ന് വെച്ചു. അപ്പോഴാണ് വാതിൽ ഗുഹാമുഖം കുറച്ചൊന്ന് തുറന്നു കൊടുത്തത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹറാമിൽ നിന്ന് അള്ളാഹുവിനെ ഭയന്ന് മാറി കാല് പിന്നോട്ട് വെച്ച ഒരു രംഗമുണ്ടോ? അതുകൊണ്ട് നമുക്ക് നമ്മുടെ പരീക്ഷണ ഘട്ടത്തിൽ അള്ളാഹുവിലേക്ക് അടുക്കുന്ന തവസ്സുൽ നടത്താം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് മാർഗം എന്ന് ചോദിച്ചാൽ ജീവിതം ശുദ്ധമാക്കലാണ് മാർഗം. അപ്പോൾ ഒരു പരീക്ഷണ ഘട്ടത്തിൽ ഒട്ടേറെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്ത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ നമുക്കുണ്ടാകും. അതാണ് ശരിയായ പ്രതിവിധി എന്നത് കൂടെ നമ്മൾ മനസ്സിലാക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കാര്യം കൂടെ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ സ്ഥാപനം ജാമിയ അൽ ഹിന്ദ് ഒരു വൈജ്ഞാനിക മുന്നേറ്റത്തിൽ കാലഘട്ടം ഇങ്ങനെ അവസാനത്തേക്ക് പോകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അന്ധകാരം കണക്കെ ഫിത്നകൾ ഉണ്ടാകും. ആ ഫിത്നകൾ ഉണ്ടാകുമ്പോൾ എന്താണ് പ്രശ്നം? അതിൻ്റെ പ്രയാസം എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ ആളുകൾക്ക് പണ്ഡിതന്മാരെ മനസ്സിലാക്കാൻ കഴിയാതെ പോകും, അല്ലെങ്കിൽ പണ്ഡിതന്മാരുടെ അഭാവം ഉണ്ടാകും. അങ്ങനെ പണ്ഡിതന്മാരുടെ അഭാവം ഉണ്ടാകുമ്പോൾ ഇത്തഖദന്നാസു റൂസൻ ജുഹാല, ജനങ്ങൾ വിഡ്ഢികളായ അല്ലെങ്കിൽ വിവരമില്ലാത്ത ആളുകളെ, നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളുകളെ പണ്ഡിതന്മാരായി കണക്കാക്കും. എന്നിട്ട് അവരോട് ചോദിക്കും, അവരതിന് ഫത്വ കൊടുക്കും. ദീനിൻ്റെ ചോദ്യങ്ങൾക്ക് അത്തരം ആളുകൾ മറുപടി പറഞ്ഞു കൊടുക്കും. പിന്നെന്താ ഉണ്ടാവുക? അവർ സ്വയമേ നശിക്കും, അവർ ഒരു സമൂഹത്തെ നശിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ അന്ത്യനാളോട് അടുക്കുമ്പോഴുള്ള മുസ്ലിം സമുദായം നേരിടുന്ന ഒരു പ്രശ്നമാണ് അറിവിൽ നിന്നുള്ള പിന്നോട്ട് പോക്ക്. പാണ്ഡിത്യമുള്ള അവഗാഹമുള്ള പണ്ഡിതന്മാരുടെ മരണം ഇതിലൂടെ അള്ളാഹു അറിവ് ഉയർത്തുക എന്നൊക്കെ പറയുന്നത്. അതിനെന്താ പ്രതിവിധി? 2 കാര്യങ്ങൾ. ഒന്ന് നമ്മൾ പഠിക്കലാണ്, 2 അടിസ്ഥാനം പഠിക്കുന്ന ഇരുത്തമൊന്ന പണ്ഡിതന്മാരെ ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കുക എന്നതാണ്. അത് ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെയോ ഒരു ആളുടെയോ ഒരു സംഘടനയുടെയോ ഒന്നും ഉത്തരവാദിത്തമല്ല. അത് മുഴുവൻ മുസ്ലിങ്ങളുടെയും സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. നന്നായി മതം പഠിച്ചവർ മതത്തിൻ്റെ വിഷയത്തിൽ നിന്ന് ഒരഭിപ്രായം പറയാൻ പറ്റുന്ന അവഗാഹമുള്ള പണ്ഡിതന്മാരെ വാർത്തെടുക്കുക എന്നത് സമൂഹത്തിൻ്റെ തന്നെ മൊത്തത്തിലുള്ള ഉത്തരവാദിത്തമാണ്. അത് കഴിഞ്ഞ ഒരു 12 വർഷമായി വളരെ മനോഹരമായി നടപ്പിലാക്കി വരുന്ന സ്ഥാപനമാണ് ജാമിയ അൽ ഹിന്ദ് അൽ ഇസ്ലാമിയ. അതിൻ്റെ വ്യത്യസ്തങ്ങളായ പ്രൊഡക്റ്റ്, അതിൻ്റെ ഒരു ഗുണഭോക്താക്കളാണ് നാടിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള ആളുകൾ. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ഒരു വൈജ്ഞാനിക സമ്മേളനം ഈ വരുന്ന തിങ്കളാഴ്ച നടക്കുന്നുണ്ട്. നമ്മളെല്ലാവരും അതുമായി സഹകരിക്കണം എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഒപ്പം നമ്മുടെയൊക്കെ പ്രാർത്ഥന ഒരു സംവിധാനം എന്ന നിലക്കും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കും അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി നിസ്വാർത്ഥമായി കൊണ്ട് സേവനം അനുഷ്ഠിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഉണ്ടായി വരാനും ഒക്കെ വേണ്ടി നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന, അതിന് നമുക്കാർക്കും ചെലവില്ലല്ലോ, അത് നമ്മുടെയൊക്കെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്ന് കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമാകുന്ന പാപങ്ങൾ അവൻ്റെ മഹത്തായ ഫളല് കൊണ്ട് നമുക്കെല്ലാവർക്കും വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ.